കരൾ രോഗബാധിതയായ യുവതി ചികിത്സയ്ക്കായി സഹായം തേടുന്നു. ചെങ്ങന്നൂർ ചെറിയനാട് പഞ്ചായത്തിലെ മാമ്പ്രക്കര രാജേഷ് ഭവനത്തിൽ ലക്ഷ്മിയാണ് സഹായം തേടുന്നത്. എൻ്റെ പേര് ലക്ഷ്മി. ഒരു വർഷം മുമ്പ് വയറുവേദന ഛർദിലൊക്കെ ആയിട്ട് നമ്മുടെ അടുത്തൊരു ഹോസ്പിറ്റലിൽ പോയി സ്കാൻ ചെയ്തപ്പോഴാണ് ലിവറിന് അസുഖം ഉണ്ടെന്ന് അറിഞ്ഞത്. ലിവറിന് ട്യൂമറാണ്. പല വലുപ്പത്തിലുള്ള പല ട്യൂമേഴ്സ് ഉണ്ട്. അങ്ങനെ നമ്മൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ പോവുകയും അവിടെ ടെസ്റ്റുകളെല്ലാം ചെയ്തപ്പോൾ ഇനി ഒത്തിരി നാൾ ഇത് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. ഇതൊരു ക്യാൻസർ ടൈപ്പ് ട്യൂമറും പിന്നെ അത് പൊട്ടാനുള്ള സാധ്യതയുണ്ട്, വലിപ്പം കൂടുതലുള്ളതുകൊണ്ട്. അപ്പോൾ അവിടെ ഇപ്പോൾ ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ പിന്നീട് ഇപ്പം ഫർദർ ട്രീറ്റ്മെൻറ്റിന് പോയേക്കുന്നത് അമൃതയിലാണ്. അമൃതയിൽ ചെക്കപ്പ് എല്ലാം കഴിഞ്ഞു. എൻ്റെ അമ്മയാണ് എനിക്ക് കരൾ തരുന്നത്. പക്ഷേ ഇതിന് ഏകദേശം ഒരു 52 ലക്ഷം രൂപയോളം ചിലവ് വരും. എനിക്ക് 2 പെൺകുഞ്ഞുങ്ങളാണ്. എൻ്റെ ഭർത്താവ് ഒരു കൂലിപ്പണിക്കാരനാണ്. ഇത്രയും വലിയ തുക ഞങ്ങൾ എങ്ങനെ കണ്ടെത്തുമെന്ന് അറിയത്തില്ല. ഇനി ഇതിൻ്റെ സർജറി കഴിഞ്ഞാണേലും മുന്നോട്ട് ലൈഫ് ലോങ് മരുന്ന് കഴിക്കണം. ഇനി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. എൻ്റെ പേര് പുഷ്പ. എൻ്റെ മോൾ കരൾ രോഗിയാണ്. കരൾ മാറ്റി വയ്ക്കണമെന്ന് ഡോക്ടർമാർ പറഞ്ഞു. ഞാനൊരു ഡോണറായിക്കൊണ്ട് കരൾ കൊടുക്കാമെന്ന് പറഞ്ഞു. അതിനൊരു വലിയ തുക കണ്ടെത്തണം. അതിനെക്കൊണ്ട് ഞങ്ങൾക്ക് ആവത്തില്ല. സന്മനസ്സുള്ളവർ സഹായിക്കണം. എൻ്റെ പേര് രാജേഷ്. എൻ്റെ ഭാര്യ ലക്ഷ്മിക്ക് കരൾ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലാണ്. 1 വർഷക്കാലമായി ഞങ്ങൾ ചികിത്സയിലാണ്. ഇപ്പം അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ പോയി അവിടെ നിന്നാണ് ഇത് കരൾ മാറ്റിവെക്കണമെന്നുള്ള ഇത് പറഞ്ഞത്. അവിടുന്ന് പിന്നെ നമ്മൾ കോട്ടയത്ത് ഹോസ്പിറ്റലിൽ പോയി. കോട്ടയത്ത് ഹോസ്പിറ്റലിൽ കാണിച്ച് അവിടെ ഇതിനുള്ള ട്രീറ്റ്മെൻറ്റ് ഇപ്പോൾ ഇല്ല. അത് കാരണം നമ്മൾ അവിടുന്ന് അമൃത ഹോസ്പിറ്റലിൽ വിട്ട് അമൃത ഹോസ്പിറ്റലിൽ 52 ലക്ഷം രൂപ സംതിങ് ചിലവ് വരും ഈ ഒരു സർജറി നടത്തുന്നതിന്. ഞാനൊരു കൂലിപ്പണിക്കാരനാണ്. എന്നെക്കൊണ്ട് താങ്ങാൻ പറ്റാത്ത ഒരു ചിലവാണ് വരുന്നത്. സന്മനസ്സുകളുടെ സഹായം തേടുന്നു.